ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ മൊഡ്യൂൾ 5 ക്യാപിറ്റൽ ഗെയിനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ഒരു സീരീസ് നമ്മൾ മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2 മാർക്സിൻ്റെ ചാപ്റ്റർ 1 മൊഡ്യൂൾ 1 മുതൽ മുഴുവൻ ചെയ്തു. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട്. 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും കൂടെ കൂടിയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്താണ്? അതിൽ ക്യാപിറ്റൽ അസറ്റ് ആണ് പറയുന്നത്. ക്യാപിറ്റൽ അസറ്റ് പറഞ്ഞാൽ എനി പ്രോപ്പർട്ടി, അത് ബിസിനസ് ആയിട്ട് കണക്ട് ചെയ്താവട്ടെ അല്ലാത്തതാവട്ടെ. ദിസ് ഇൻക്ലൂഡ്സ് ലാൻഡ്, ബിൽഡിംഗ്, ഷെയർ, ജ്വല്ലറി, ട്രേഡ് മാർക്സ് എല്ലാം പെടും. പക്ഷേ ഇത് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ്സ് സ്റ്റോക്ക് ഇൻ ട്രേഡ് പെടൂല, പേഴ്സണൽ എഫക്ട്സും പെടൂല. പക്ഷേ പേഴ്സണൽ എഫക്റ്റ് പെടൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി നമ്മൾ ഉപയോഗിക്കുന്ന കാറ്, ഫർണിച്ചർ പോലത്തെ ഒന്നും പെടൂല, ഡ്രസ്സ് അങ്ങനത്തെ ഒന്നും. പക്ഷേ വിത്ത് എക്സെപ്ഷൻ ടു ജ്വല്ലറി എന്താണ് പേഴ്സണൽ എഫക്റ്റ് ആണെങ്കിലും അതെന്ത് ചെയ്യും, ഇൻക്ലൂഡ് ആണ്. അതുപോലെ തന്നെ ഇത് എക്സ്ക്ലൂഡിൽ നമ്മൾ എണ്ണിയത് ഏതൊക്കെ? സ്റ്റോക്ക് ഇൻ ട്രേഡ്, പേഴ്സണൽ എഫക്റ്റ് പറഞ്ഞു. അതേപോലെ തന്നെ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡും പെടൂല. ഇതാണ് ക്യാപിറ്റൽ അസറ്റ്. ഇനി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ ചിലവാക്കിയ പൈസയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഈസ് ദ വാല്യൂ ഓഫ് വിച്ച് ക്യാപിറ്റൽ അസറ്റ് വാസ് അക്വേർഡ് ബൈ ദ അസസി അക്വയർ ചെയ്ത അതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് പർച്ചേസ് പ്രൈസ് വരും, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് സോളിലി ഇൻ കണക്ഷൻ വിത്ത് അക്വിസിഷൻ, അത് വാങ്ങാൻ വേണ്ടി നമ്മൾ ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വരും. ഇനി സെയിൽ ചെയ്യാനുള്ള ബ്രോക്കറേജ്, അത് സെയിൽ കൺസിഡറേഷൻ എന്നാണ് പറയുക. ഞാൻ ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലീഗൽ ഫീ ഒക്കെ വാങ്ങാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ വരും. ഇറ്റ് ഈസ് എ കീ എലമെൻറ്റ് ഫോർ കാൽക്കുലേറ്റിംഗ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കീ ആയിട്ടുള്ള എലമെൻ്റ് ആണ്. ഇനി 1/4/2001 മുമ്പ് നമ്മൾ ഒരു അസറ്റ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണെന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, 2 നമ്പർ ഉണ്ട്. 2 കാര്യങ്ങൾ നോക്കുക. ഒന്ന് ഫെയർ മാർക്കറ്റ് വാല്യൂ, 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നോക്കുക. ഇതിൽ ഹയസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ്. ഇനി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് കിട്ടുന്ന ഗെയിനാണ് നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷന്, കോസ്റ്റ് ഓഫ് അക്വിസിഷന്, ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇനി സ്ലം സെയിൽ, ഇത് ഒരു തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്ലം സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബിസിനസ് യൂണിറ്റിനെ മുഴുവൻ വിൽക്കുകയാണ്. അതിൽ ഇൻഡിവിജ്വലി ഓരോ അസറ്റിനും വില ഇട്ട് വിൽക്കുന്നതിന് പകരം അതിന് മൊത്തത്തിലൊരു വില പറഞ്ഞിട്ട് അതിനെ വെക്കും. അതിനെയാണ് നമ്മൾ സ്ലം സെയിൽ എന്ന് പറയുന്നത്. സ്ലം സെയിൽ മീൻസ് ട്രാൻസ്ഫർ ഓഫ് ആൻ അണ്ടർടേക്കിംഗ്, ഒരു ബിസിനസ്സിനെ മൊത്തം കേട്ടോ, ആസ് എ ഹോൾ മൊത്തത്തിൽ, ഓർ എ ഡിവിഷൻ ദെയർ ഓഫ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രാഞ്ച് പോലത്തതൊക്കെ, ഫോർ എ ലംസം ആയിട്ടുള്ള സെയിലിന് കൺസിഡറേഷൻ, ലംസം കൺസിഡറേഷൻ വിത്തൗട്ട് അസൈനിങ് വാല്യൂസ് ടു ഇൻഡിവിജ്വൽ അസറ്റ് ആൻഡ് ലയബിലിറ്റി. ഓരോ അസറ്റിനും വാല്യൂ, അതിലെ കമ്പ്യൂട്ടർ ഇത്ര ഉണ്ട്, മെഷീൻ ഇത്ര ഉണ്ട്, മറ്റ് സാധനങ്ങൾ ഇത്ര ഉണ്ട്, അങ്ങനെ ഓരോന്നിനും വാല്യൂ ചെയ്യേണ്ട, അല്ലാതെ നേരെ മറിച്ച് എന്ത് ചെയ്യാം, മൊത്തത്തിൽ വാല്യൂ ചെയ്യാം. ദ പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ദിസ് ട്രാൻസ്ഫർ ഈസ് ചാർജബിൾ ടു ക്യാപിറ്റൽ ഗെയിൻ. അങ്ങനെ വരുന്ന പ്രോഫിറ്റ് എന്താണ്, ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി ബോണസ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എങ്ങനെയെന്ന് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല. 1/4/2001 മുമ്പ് അലോട്ട് ചെയ്ത ബോണസ് ഷെയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ്. എന്നാൽ 1/4/2001 അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലാണ്. അത് നല്ലോണം ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് ആണ് പറയുന്നത്. അത് ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മുതലാണ് എന്ത് ചെയ്യുക, ഷെയറിൻ്റെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1/4/2001 സമയത്തുള്ള കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ്. അതിന് ശേഷം ബോണസ് ഷെയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്താണ് വരിക, നില്ലാണ് വരിക എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഇവിടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഒക്കെ കിട്ടും എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇനി ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമ്മുടെ ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിൻ്റെ കേസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ അത് കൂട്ടി ഇൻഫ്ലേറ്റ് ചെയ്ത് കാലാനുചിതമായിട്ട് ഇൻഫ്ലേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് CII ഓരോ വർഷത്തിനും ഓരോ ഇൻഡെക്സ് നമ്പറുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 5 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷം കൊണ്ട് എന്ത് ചെയ്യുക, വിറ്റ വർഷത്തെ ഇൻഡെക്സ് എടുത്തിട്ട് ഗുണിക്കുക, വാങ്ങിയ വർഷത്തെ ഇൻഡെക്സ് എടുത്ത് ഹരിക്കും ചെയ്യുക. അപ്പോൾ നമുക്കൊരു കൂടുതൽ വില കിട്ടും.
അതാണ് ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ്റെ ഞാൻ പറഞ്ഞല്ലോ 2 മണിക്കൂറിൻ്റെ നല്ല ഡീറ്റെയിൽ ആയിട്ട് മുഴുവൻ പോയിന്റും വിശദീകരിക്കുന്ന 2 മണിക്കൂറിൻ്റെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് ലൈവ് ഡിസ്കഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മൊത്തം എടുക്കുമ്പോൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ കണ്ടു തീർക്കാൻ പറ്റും. ഓക്കെ, ഇനി ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ 24 മാസത്തിൽ താഴെ, 24 നോട്ട് മോർ ദാൻ ഇതല്ല കേട്ടോ, ഇത് പഴയ അമെൻമെൻ്റ് ആണ്. എ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ഈസ് എ ക്യാപിറ്റൽ അസറ്റ് ഹെൽഡ് ബൈ ആൻ എസ്എസ്സി ഫോർ നോട്ട് മോർ ദാൻ 24 months immediately preceding the date of transfer. However, for certain assets like listed share, unit of equity oriented fund, സീറോ കൂപ്പൺ ബോണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പീരിയോഡൽ ഹോൾഡിംഗ് എത്രയാണ്? റെഡ്യൂസ്ഡ് ടു 12 months. അതായത് 24 മാസം എന്നുള്ളതിന് പകരം എന്ത് ചെയ്യണം? 12 മാസം ആക്കണം. അതുപോലെ തന്നെ അൺലിസ്റ്റഡ് ഷെയറിൻ്റെ ഇത് അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പം എത്ര തന്നെയാണ്? 24 മാസം തന്നെയാണ്. അത് ഇതായിട്ട് ഇനി പ്രത്യേകം പറയണ്ട. അതായത് പണ്ട് 36 എന്നുള്ളത് 24 ആക്കി എന്നുള്ളതാണ്, ഇപ്പോൾ ആകെ 24 ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, ഈ പോയിന്റ് സെപ്പറേറ്റ് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ഈസ് എ ക്യാപിറ്റൽ അസറ്റ് ഹെൽഡ് ബൈ ദ അസസി ഫോർ നോട്ട് മോർ ദാൻ 24 months ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. എന്നാൽ ചില അസറ്റുകളുണ്ട്, അതിൽപ്പെട്ടതാണ് യൂണിറ്റ് ഓഫ് UTI, ഇക്വിറ്റി ഓറിയൻറ്റഡ് പിന്നെ മ്യൂച്വൽ ഫണ്ടുകൾ, സീറോ കൂപ്പൺ ബോണ്ട്, ലിസ്റ്റഡ് ഷെയർ. ഇതൊക്കെയാണെങ്കിൽ 24 മാസം നിൽക്കേണ്ട, 12 മാസത്തിൽ താഴെയാണ് അത്, 12 മാസം അതിൽ താഴെയാണോ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇനി ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്ഷൻ 54 കുറേ എക്സംഷൻസ് പറയുന്നുണ്ടല്ലോ. അതായത് ഒരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ്, ഒരു റെസിഡൻഷ്യൽ ഹൗസ് വിറ്റ് മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങുകയാണെങ്കിൽ അതിന് ക്യാപിറ്റൽ ഗെയിന് എക്സംഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് വിറ്റ് അടുത്തത് വാങ്ങാനുള്ള കാലാവധി 2 വർഷം, അത് ഉണ്ടാക്കാൻ 3 വർഷത്തേക്ക് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരു അക്കൗണ്ടിൽ സെപ്പറേറ്റ് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നു എക്സംഷൻ കിട്ടാൻ. ആ അക്കൗണ്ടിൻ്റെ പേരാണ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം. അത് 1988 വന്ന. അതിലെന്താ പ്രത്യേകത വെച്ചാൽ ഈ CGAS അലൗസ് ദ ടാക്സ് പെയർ ടു ഡെപ്പോസിറ്റ് അൺയൂട്ടിലൈസ്ഡ് മണി ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന മണി എന്ത് ചെയ്യുക? ഡെപ്പോസിറ്റ് ചെയ്യാൻ അലൗ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിഫോർ ദ ടാക്സ് ഫയലിംഗ് ഡെഡ് ലൈൻ. ടാക്സ് ഫയൽ ചെയ്യാനൊരു ഡേറ്റ് ഉണ്ട് അല്ലേ, ജൂലൈ 31, സെപ്റ്റംബർ 30 എന്നൊക്കെ പറഞ്ഞാൽ അതിന് മുമ്പായിട്ട് അതിൽ എന്ത് ചെയ്യുക? ഡെപ്പോസിറ്റ് ചെയ്യുക. ഇഫ് ദ എമൗണ്ട് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ദി സ്കീം, ഈ സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ക്ലെയിമിംഗ് ദ റെലവൻറ്റ് എക്സംഷൻ. നമ്മുടെ റെലവൻ്റ് ആയിട്ടുള്ള എക്സംഷന് ക്ലെയിം ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിച്ചതുപോലെ അത് കൺസിഡർ ചെയ്യും. provided if it is used to acquire new asset within the specified time frame. ഇനി അതിനൊരു ടൈം ഫ്രെയിം വന്നിട്ടുണ്ടല്ലേ, 2 വർഷത്തിനുള്ളിൽ. ആ 2 വർഷത്തിന് ഉപയോഗിച്ചാൽ നമുക്ക് ആ എക്സംഷൻ എന്ത് ചെയ്യുക? എടുക്കാൻ പറ്റും. അത് ഉപയോഗിച്ച പോലെയാണ് അതിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ. അതായത് ഇപ്പോൾ ഞാനിപ്പം ഈ ഒരു വർഷം 2025 മെയ് മാസത്തിൽ ഞാൻ എന്ത് ചെയ്തു? ക്യാപിറ്റൽ അസറ്റ് വിറ്റു. എനിക്കത് ആ വർഷം വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ CGAS കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ന്യൂ അസറ്റ് വാങ്ങിയതിൻ്റെ എക്സംഷൻ കിട്ടുന്ന പോലെ കിട്ടും. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ്റെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് എക്സംഷൻ എടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകം നോട്ടിഫൈ ചെയ്തിട്ടുള്ള അക്കൗണ്ടിൻ്റെ പേരാണ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറയുന്നത്. ചാപ്റ്റർ 5 അങ്ങനെ തീർന്നു. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സ് ആണുള്ളത് BComന്. അത് ഗ്രോസിംഗ് അപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗ്രോസിംഗ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സാധാരണഗതിയിൽ നമുക്കൊരു ലോട്ടറി ഒക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ ലോട്ടറി എമൗണ്ട്, വിന്നിങ് ഫ്രം ലോട്ടറി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ലോട്ടറി എന്നും പറയും. വിന്നിങ് ഫ്രം ലോട്ടറി ചിലപ്പോൾ 10,000 ആയിരിക്കും, 10,000 കൊടുക്കട്ടെ, 1 ലക്ഷം ആയിരിക്കും. വിന്നിങ് മണി 1 ലക്ഷം ആയിരിക്കും. പക്ഷേ നമുക്ക് എത്ര കിട്ടുള്ളൂ? 70,000 കിട്ടുള്ളൂ. അപ്പോൾ ഈ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ലോട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഇൻകം എത്രയാണ്? 1 ലക്ഷമാണ്. ഈ 1 ലക്ഷം എങ്ങനെ കാണണം? അതിന് നമ്മൾ ഗ്രോസപ്പ് ചെയ്യണം. അതായത് ഈ 30% TDS കട്ട് ചെയ്തതല്ലേ. അപ്പോൾ 70,000 നമ്മളെ നെറ്റ് വാല്യൂയിലേക്ക് TDS എമൗണ്ട് 30,000 കൂട്ടിയിട്ട് 1 ലക്ഷം ആക്കുന്ന ഈ പ്രോസസ്സിനെയാണ് ഗ്രോസപ്പ് എന്ന് പറയാം, ഗ്രോസിംഗ് അപ്പ് എന്ന് പറയാം. TDS ഡിഡക്ഷനെ റിവേഴ്സ് ചെയ്യുന്നതിനാണ് ഗ്രോസപ്പ് എന്ന് പറയുക. ഇതെങ്ങനെ കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇതിൽ കണ്ടില്ലേ,
70,000 ആയിരിക്കും കൈ കിട്ടിയിട്ടുണ്ടാവുക. വിന്നിങ് മണി ആണെങ്കിൽ ഗ്രോസപ്പ് ചെയ്യേണ്ട ഡോക്ടർ. എമൗണ്ട് റിസീവ്ഡ് ഫ്രം ലോട്ടറിയിലാണ് ഗ്രോസപ്പ് ചെയ്യേണ്ടി വരിക. അപ്പോൾ 70,000 ഉണ്ടെന്നുണ്ടെങ്കിൽ 70,000-ന് TDS എന്ന് പറഞ്ഞാൽ 30% ലോട്ടറിക്ക്. അപ്പോൾ ആ 30% കുറച്ചിട്ടുള്ള ഫിഗർ ഉണ്ടല്ലോ, ആ ഫിഗറിനോട് 70 കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ മതി, അങ്ങനെ കിട്ടും. ഇനി ഇങ്ങനെ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, 70,000 ഹരിക്കണം 70% എന്ന് ചെയ്താലും മതി. 70% എന്ന് ചെയ്താൽ മതി, അപ്പോഴും 100 തന്നെ കിട്ടും. ഇത് ഈ രണ്ട് രീതിയിലും വർക്കൗട്ട് ചെയ്യാം. അതാണ് ഇവിടെ ഇത് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. നെറ്റ് എമൗണ്ട് റിസീവ്ഡ് ഡിവൈഡ് ബൈ 100 മൈനസ് TDS റേറ്റ്. 100 മൈനസ് TDS റേറ്റ് പറഞ്ഞാൽ 70%. അതിന് പകരം ഈ പെർസെൻറ്റേജ് കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, 70 ഹരിക്കണം 100 എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഇട്ടാലും മതി. ഇനി ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റിയിൽ എങ്ങനെയാണ് ഗ്രോസിംഗ് അപ്പ്, അതും ഇതേപോലെ തന്നെ. പക്ഷേ സെക്യൂരിറ്റിക്ക് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 10% TDS ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ വരിക, ഒരു 9,000 രൂപ നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രോസപ്പ് എങ്ങനെ ചെയ്യുക, 10% കഴിഞ്ഞ് ബാക്കി 90% ഉണ്ടാവും. അപ്പോൾ 9,000 ഹരിക്കണം 90% എന്നുള്ള രീതിയിൽ ചെയ്യുക. അപ്പോൾ എത്ര വരും, 10,000 എന്ന് വരും. ഇങ്ങനെയാണ് ഗ്രോസപ്പ് ചെയ്യുക. ഓക്കെ, ഇനി ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള, ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ടാക്സ് ഇവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രാക്ടീസാണ്. ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു വ്യക്തി അയാൾ ഒരു ഡിവിഡൻഡ് കിട്ടാനാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടാനാകുന്ന സമയത്ത് സെക്യൂരിറ്റി ഒരാൾക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന കിട്ടി, 1,00,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് കരുതുക. അത് ഫ്രണ്ടിനോ റിലേറ്റീവിനോ അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അയാളുടെ പേരിൽ ഇൻട്രസ്റ്റ് ഒക്കെ ആയി എന്നതിന് ശേഷം എന്ത് ചെയ്യും, തിരിച്ച് ആ ഡേറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണത്, ഈ 1,00,000 രൂപ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾ അയാൾക്ക് അത്യാവശ്യം എന്ത് ചെയ്യുന്നു, മന്ത്ലി ഇൻകമൊക്കെ ഉള്ള ആളായിരിക്കും. അപ്പോൾ അയാൾ ഈ 1,00,000-ന് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഹൈ ടാക്സ് റേറ്റിലുള്ള ആൾ ഒരു ബോണ്ടോ ഡിബഞ്ചറോ ഒക്കെ ഒരാൾക്ക് റിലേറ്റീവിനോ ഫ്രണ്ടിനോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്തു, അത് പിന്നീട് അയാളോട് ഇങ്ങോട്ട് തന്നെ ക്രോസ് ട്രാൻസ്ഫറും ചെയ്യിപ്പിക്കുന്ന ഇത്തരമുള്ള പരിപാടിനെയാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. അപ്പം ഈ ടാക്സ് ഇവേഷൻ പ്രാക്ടീസ് ആണ് വേർ പേഴ്സൺ ട്രാൻസ്ഫർ സെക്യൂരിറ്റി ബിഫോർ ദ ഡ്യൂ ഡേറ്റിൻ്റെ മുമ്പ് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും ടു ഫ്രണ്ട് ഓർ റിലേറ്റീവ്. എന്നിട്ട് എന്ത് ചെയ്യും, അയാൾക്ക് എന്തായിരിക്കും നോർമലി ലിറ്റിൽ അല്ലെങ്കിൽ നോ ടാക്സിബിൾ ഇൻകം ഉണ്ടാവില്ല. എന്നിട്ട് ബൈ ബാക്സ് ദം ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ, ആ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റിൽ അയാൾ അക്കൗണ്ടൊക്കെ പോവുക. അപ്പോൾ ഇയാൾ ടാക്സ് നിന്ന് കഴിച്ചിലാവും ചെയ്യും. ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്തത് ആ റിലേറ്റീവിന് എമൗണ്ട് പോകുമല്ലോ. എന്നിട്ട് പിന്നെ ആ ഡേറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ച് ചെയ്യാം ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ആ പൈസ നമ്മൾ ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്യും. അങ്ങനെ ഇൻട്രസ്റ്റ് ഇൻകം ടാക്സ് നിന്ന് ഒഴിവാക്കാൻ വേണ്ടി, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി കളിക്കുന്ന പരിപാടിയാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 മാർക്കിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. നിങ്ങൾ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക. ഇനി ഞാൻ 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും കൂടെ എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഇതിൽ പറയാനുള്ളൂ.